ഞാൻ ശരത്ലാൽ. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പം കഴിഞ്ഞ ഒരു എൽസാത്രിയുടെ അറേബ്യൻ സീയിലുള്ള ഒന്ന് രണ്ട് കപ്പലിൻ്റെ അപകടങ്ങൾ വെച്ച് വന്നുകൊണ്ടിരുന്നപ്പം എൽസാത്രിയുടെ അപകടം വന്നപ്പോഴും കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടും വാട്സാപ്പിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എങ്ങനെ നോക്കി. അപ്പോൾ അന്നൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വീണ്ടും ഒരു ഷിപ്പ് നമ്മുടെ ഞാൻ കോഴിക്കോട്ട് നിന്നാണ്. അപ്പം കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ അറബിക്കടലിൽ വെച്ചിട്ടൊരു അപകടം ഉണ്ടായിരിക്കുകയാണ്. അപകടം മീൻസ് ഒരു മാസീവ് ഫയർ ഉണ്ടായിരിക്കുകയാണ് ഒരു ഷിപ്പിൽ. ഇപ്പോഴും ഈ ഒരു നിമിഷവും അത് അൺകൺട്രോളബിൾ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊരു സംഭവം ഉണ്ടായപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചു, ഈ കണ്ടെയ്നർ ഷിപ്പുകളെല്ലാം അപകടകാരികളാണോ, എന്തുകൊണ്ട് കണ്ടെയ്നേഴ്സിന് ഇതുപോലെ ഫയർ വരുന്നു, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് വന്നിട്ട് ഇവിടെ മുങ്ങിപ്പോകുന്നു, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഫയർ വന്നു, പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ വലിയ തീപിടുത്തുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് അണയ്ക്കാൻ പറ്റിയല്ലോ, ഇതെന്തുകൊണ്ട് അണയ്ക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ജനറൽ സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ആ ഒരു 15503 എന്ന് പറഞ്ഞിട്ടുള്ള സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഷിപ്പ്, അപ്പോൾ അതിൽ അപകടം നടന്നിട്ട് 4 പേര് മിസ്സിംഗ് ആണ്. അപ്പം അവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നൊന്നും അറിയില്ല. അതാണ് മോസ്റ്റ് കൺസേണിങ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പം നമ്മൾ ഈ ഒരു മാറ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ, 15503 എന്ന് പറഞ്ഞ ഷിപ്പ് ഒരു 268 മീറ്റർ വലുപ്പമുള്ള, അതായത് അത്യാവശ്യം വലിയൊരു ഹ്യൂജ് കണ്ടെയ്നർ ഷിപ്പാണ്. ആ ഒരു ഷിപ്പ് കൊളംബോയിൽ നിന്ന് നമ്മുടെ മുംബൈയിലുള്ള നവാശിവ എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു 9:30-10 മണിക്ക് നവാശിവയിൽ എത്തേണ്ട ഒരു ഷിപ്പായിരുന്നു. അപ്പം ആ ഒരു ഷിപ്പ് ഓൺ ദ വേയിൽ വെച്ചിട്ട് നമ്മുടെ അറേബ്യൻ സീയിൽ നമ്മുടെ കോഴിക്കോട് നമ്മുടെ ബേപ്പൂരിൽ നിന്നും അഴീക്കൽ തുറമുഖത്തിനൊക്കെ എടുക്കുന്നതായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സിന് ഫയർ വരികയും അത് ലേറ്റർ അത് എക്സ്പ്ലോഷനായി മാറുകയും ഷിപ്പിലുള്ള ആൾക്കാരെല്ലാം ഷിപ്പിൽ നിന്ന് രക്ഷപ്പെടുകയും ആ ഫയർ അൺകൺട്രോളബിൾ ആയിട്ട് പോവുകയൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു കണ്ടെയ്നർ ഷിപ്പിനെ സംബന്ധിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ, കാർഗോ കൊണ്ടുപോകുന്നത് മറ്റു ഷിപ്പിനെ പോലെയല്ല, പാക്കേജ്ഡ് ഫോമിലാണ്. അപ്പം പല കണ്ടെയ്നേഴ്സിലും പല ഐറ്റംസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ബൾക്കിയർ ആണെങ്കിൽ അതിൽ കൊണ്ടുപോകുന്ന കാർഗോ ഇന്ന ടൈപ്പാണെന്ന് നമുക്കറിയാം, ബൾക്ക് ഫോമിലാണ്. ടാങ്കേഴ്സിലാണെങ്കിൽ ഇന്ന കാർഗോ ഓരോ ടാങ്കിലുണ്ടെന്ന് അറിയാം. പിന്നെ നമ്മളുടെ ഗ്യാസസ് ഒക്കെ ആണെങ്കിൽ അതും എങ്ങനെയാണ് ഓരോ ടാങ്കിലുള്ളത് നമുക്കറിയാം. പക്ഷേ കണ്ടെയ്നേഴ്സിനെ സംബന്ധിച്ചിട്ട് 1000, 2000, 3000 കണ്ടെയ്നേഴ്സ്, പല കണ്ടെയ്നേഴ്സിലും പല ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിൽ പെടുന്ന ഒരു സംഭവമാണ് IMDG കാർഗോസ്. IMDG കാർഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മെരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയും. അതായത് നമ്മൾ മറൈൻ വഴി കാർഗോസ് കൊണ്ടുപോകുമ്പം അതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് IMDG കോഡ്. ആ കോഡ് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ഫയർ ഉണ്ടാകുന്ന ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതിലുള്ളത് എക്സ്പ്ലോസീവ് ആയിരുന്നു, അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാർഗോ ഭയങ്കര മാരകമായ കാർഗോസ് ആണ് അവർ കൊണ്ടുപോയിരുന്നതെന്നൊക്കെ. അത് കപ്പൽ വഴിയാണ് 90% ഓഫ് ദ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ഈവൻ ബോംബ് കൊണ്ടുപോകാനുണ്ടെങ്കിൽ പോലും അത് കണ്ടെയ്നർ ഷിപ്സിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങൾ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കോഡ് തന്നെ ഇന്റർനാഷണലി ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം ഒരു പോയിന്റ് A to പോയിന്റ് B കാർഗോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷിപ്പിലും അപ്പം ഈ ഒരു IMDG കോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എന്തെല്ലാമാണോ നമ്മളുടെ കാർഗോ അതിലുള്ളത്, ആ കാർഗോയ്ക്ക് ഇപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അതുകൂടാതെ ഇതിൻ്റെ പാക്കേജിങ് എങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ ചുമ്മാ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ചുമ്മാ ഒരു പാക്കിലിട്ട് കൊണ്ടുപോകും. പക്ഷേ അതൊരു പേപ്പർ പ്രോഡക്റ്റ് ഒക്കെയാണ്, നമുക്ക് കൊണ്ടുപോകുന്നത് മഴയുള്ള വഴിക്കാണ്, നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് സീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കാർഗോ എന്ത് ടൈപ്പ് കെമിക്കൽ കാർഗോസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് കാർഗോസും കൊണ്ടുപോകുമ്പോൾ അതിന് എന്ത് ടൈപ്പുള്ള പാക്കേജിങ് കൊടുക്കണം, അതിന് എന്ത് ടൈപ്പുള്ള ലേബലിംഗ് കൊടുക്കണം. ലേബലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് ഇന്ന ടൈപ്പ് ഓഫ് ഡേഞ്ചറസ് ആണ് കാർഗോ ആണെന്നുള്ളത്. അപ്പോൾ ലേബലിംഗ് കൊടുക്കണം. അതൊന്നും കൂടാതെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, അതായത് ഇൻ കേസ് ഈ ഒരു കാർഗോ ഒരാൾ ശ്വസിച്ചു പോയി, അല്ലെങ്കിൽ ഒരാളുടെ കണ്ണിലായി, കയ്യിലായി, അല്ലെങ്കിൽ അതിന് തീപിടുത്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എക്സ്റ്റിങ്വിഷ് ചെയ്യണം എന്നുള്ള സകല സംഭവങ്ങളും ഈ നമ്മുടെ IMDG കോഡിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കോഡിന് നമ്മൾ 9 ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, 9 ക്ലാസ്സസ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ ചാപ്റ്റർ 1 ആണ് നമ്മുടെ എക്സ്പ്ലോസീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പോലെ തന്നെ ഇപ്പോൾ ബോംബുകളും നമ്മുടെ പടക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്പ്ലോസീവിൽ പെടും. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസസ് ആണ്. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ പോലുള്ള കാർഗോസ് വരെ ഗ്യാസസ് ആണ്. അതിന് ഗ്യാസ് ഫോമിലാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നതാണ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെറോസിൻ പോലുള്ള മെറ്റീരിയൽസ് എല്ലാം ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ്. പിന്നെ ഫ്ലെയിമബിൾ സോളിഡ്സ് ഉണ്ട്, പിന്നെ സൾഫർ പോലുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ പല ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഈ ഒരു കാർഗോ ഇപ്പം നമ്മുടെ 15503 ഒരു സ്ഥലത്ത് തീപിടുത്തം നടന്നപ്പം അതൊരു എക്സ്പ്ലോസീവ് ആയിരുന്നു, എന്ത് ടൈപ്പ് ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ് ആണെന്നുള്ള ഇപ്പോൾ ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു കണ്ടെയ്നർ ഷിപ്പിൽ പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സ് പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഷിപ്പ് ആരാണോ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഷിപ്പിലുള്ള സ്റ്റാഫിന് കൊടുത്തിട്ട് ഏത് പൊസിഷനിലാണ്, ഏത് ടൈപ്പ് ഓഫ് ഡേഞ്ചറസ് കാർഗോസ് ആണ് ഉള്ളത് എന്നുള്ള ഇൻഫർമേഷൻ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിപ്പം ബേ 503 അല്ലെങ്കിൽ ഏത് ബേയിലാണ്, ഏത് ടിയറിലാണെന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എവിടെയാണ് ഫയർ ഉള്ളതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഏകദേശ രൂപം, അതായത് ഇപ്പോൾ ഷിപ്പിലുണ്ടാവും അതിൻ്റെ ഇൻഫർമേഷൻ. ഷിപ്പിൽ മാത്രമല്ല
നമ്മൾ പോയിന്റ് എ ടു പോയിന്റ് ബി കൊണ്ടുപോവാണെങ്കിൽ അതിന്റെ കമ്പനിയിലും എല്ലാ സ്ഥലങ്ങളിലും അത് ഏത് കാർഗോയാണ് എവിടെയായിരിക്കും ഉണ്ടാവുക, അവർ ചുറ്റുപാടുള്ള കാർഗോ ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എക്സാക്ട്ലി എവിടെയാണ് ഫയർ ഉണ്ടായതെന്ന് അറിഞ്ഞാൽ മാത്രം. അപ്പോൾ ഏകദേശം ഒരു ഊഹാപോഹം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഫയർ ഉണ്ടായി. പക്ഷേ ആ ഒരു ഫയർ ഉണ്ടായപ്പോൾ ഇനി ഇഗ്നീഷൻ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല. അപ്പം ഫയർ ഉണ്ടായതോടുകൂടി ചുറ്റുപാടുള്ള കാർഗോസിലൊക്കെ ആ ഫയർ പടർന്നിട്ടുണ്ടാവും. നാട്ടിലൊക്കെ നമുക്കൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് നമ്മൾ ഫയർ ഫൈറ്റിംഗ് വന്ന് അവർ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഷിപ്പിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ വരാൻ ആരുമില്ല, നമ്മൾ തന്നെയാണ് ആ ഫയർ ഫൈറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 പേര് മിസ്സിംഗ് ആയത് ആ ഒരു ഫയർ ഇഗ്നിഷൻ അവിടെ കണ്ടപ്പോൾ അത് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പോയതാണോ, അതല്ല ഇത് പെട്ടെന്ന് ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് വന്നപ്പം വല്ല അപകടത്തിലും പെട്ടതാണോ, ഇനി കടലിലേക്ക് മറ്റുള്ള സ്റ്റാഫ് അബണ്ടൻ ചെയ്ത് ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ ഇറങ്ങിയിട്ട് മിസ്സായതാണോ എന്നുള്ളതും നമുക്കറിയില്ല. ഇപ്പം ഈ ഒരു ഡേഞ്ചറസ് കാർഗോസിലേക്ക് വരുവാണെങ്കിൽ, ഡേഞ്ചറസ് കാർഗോ നമ്മളിപ്പോൾ ഒരു ഡേഞ്ചറസ് കാർഗോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേഞ്ചറസ് കാർഗോയുടെ ചുറ്റുപാട് ഇത്ര മീറ്റർ ദൂരത്തിൽ അല്ലെങ്കിൽ ഇത്ര ഉയരത്തിൽ മറ്റ് ഡേഞ്ചറസ് കാർഗോ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് വെക്കാൻ പാടില്ല എന്ന് ഈ ഒരു നമ്മളുടെ കോഡ് വഴി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ ഇത് വെക്കത്തുള്ളൂ. പക്ഷേ എന്നിട്ടും എങ്ങനെ ഫയർ ഉണ്ടായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഓരോരോ ഡേഞ്ചറസ് കാർഗോസിനും ഇത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്കിപ്പം ഒരു ഫയർ ഉണ്ടാകാൻ വേണമെങ്കിൽ നമ്മൾ തീപ്പെട്ടിക്കുള്ള കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ കാർഗോസിന് പ്രത്യേകത ഇത് ചിലത് എയറുമായിട്ട് റിയാക്ട് ചെയ്യും, ചിലത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും, ചിലത് ടെമ്പറേച്ചർ ആയിരിക്കും അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഏതുമായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത് ആ ഒരു റിയാക്റ്റീവ് ഏജന്റ് അതുമായിട്ട് ടച്ചിൽ വരും, അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ഒരു വയലേഷൻ വരുമോ, വരാൻ പാടില്ലാത്ത ടെമ്പറേച്ചറിലേക്ക് പോകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ വരുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാർഗോ, അതായത് നമ്മളിപ്പോൾ ഒരു തേർഡ് നമ്മൾ ഇഗ്നിഷൻ കൊടുക്കാതെ തന്നെ കെമിക്കൽ കാർഗോസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സിന് ഫയർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പം പെട്ടെന്ന് ഒരു ഫയർ ഉണ്ടായി വരാൻ വേണ്ടി നമ്മൾ ആരും അവിടെ പോയിട്ട് നമ്മൾ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ഒരു പടക്കം കത്തിക്കുക വിളക്ക് കത്തിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ അതിന് എന്താണോ അത് എന്തുമായിട്ടാണോ അത് റിയാക്ട് ചെയ്യുന്നത് ആ റിയാക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ അവിടെ അത് ഒരു ഫയർ ആയിട്ട് മാറുകയും ലേറ്റർ ഓൺ ഫയർ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോഷൻ ആയിട്ട് മാറുകയും. ഇപ്പം ഏത് കണ്ടെയ്നറിലാണോ ഫയർ വന്നിരിക്കുന്നത് അതിൽ തന്നെ വേണമെന്നില്ല, ചുറ്റുപാടുള്ള കണ്ടെയ്നേഴ്സിൽ വേണമെങ്കിൽ അതിന്റെ ഹീറ്റ് ടെമ്പറേച്ചർ കൂടിയിട്ട് അത് എക്സ്പ്ലോഷൻ ആയിട്ട് മാറിയിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ട് നമുക്ക് തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഡേഞ്ചറസ് കാർഗോ വേണ്ട, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു എണ്ണയ്ക്ക് തീ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഡേഞ്ചറസ് കാർഗോസിന് തീപിടുത്തം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് നമ്മൾ വാട്ടർ മാത്രം ഉപയോഗിച്ച് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റിങ്വിഷ് ചെയ്യുമ്പോൾ അത് ചിലപ്പം ആളിപ്പടരുമ്പോൾ ചുറ്റുപാടുള്ള മറ്റ് കണ്ടെയ്നേഴ്സിലേക്കും മറ്റ് ഷിപ്പിന്റെ സ്ട്രക്ചറിലേക്കൊക്കെ തീപിടുത്തം വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവൽ വെസൽസും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വെള്ളം ജെറ്റ് ചെയ്യുക എന്നുള്ള, അല്ലാതെ കൂടുതലായിട്ടൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഫയർ മാക്സിമം അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് പോയിട്ട് പിന്നെ ആയിരിക്കും അത് എക്സ്റ്റിങ്വിഷ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പം ഇത്രയും മണിക്കൂറുകളായിട്ടും ആ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്ത് പൂർണ്ണമായി കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടുന്ന് എങ്ങനെ തീ വന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു നമ്മളുടെ വളരെ മോശമായൊരു ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷിപ്പിൻ്റെ സ്ട്രക്ചറിന് ഡാമേജ് വന്നിട്ടുണ്ട്. ഷിപ്പിൻ്റെ സ്ട്രക്ചറിന് ഡാമേജ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷിപ്പ് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഐദർ അത് ഷിപ്പിൻ്റെ സ്ട്രക്ചറിന് വന്ന ഡാമേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഷിപ്പിലുള്ള കുറച്ച് കണ്ടെയ്നേഴ്സിന് ഡാമേജ് വന്നപ്പോൾ അത് വീണ്ടും കടലിലേക്ക് വീഴും. അപ്പോൾ കണ്ടെയ്നേഴ്സ് ലാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കടലിലേക്ക് വീഴുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കണ്ടെയ്നേഴ്സിന് ഉണ്ടാകുന്ന ലാഷിങ്ങിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതൊരു ഷിപ്പ് ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന ഷിപ്പിൽ അത് ഹോൾഡ് ചെയ്യും. പക്ഷേ ലിസ്റ്റ് ചെയ്താൽ ഒരു ഡിഗ്രി ഓഫ് ലിസ്റ്റ് വരെ അത് ഹോൾഡ് ചെയ്യും. അതിൽ കൂടുതൽ ലിസ്റ്റിംഗ് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടെയ്നേഴ്സിനെ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കണ്ടെയ്നേഴ്സും പൊട്ടി വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ അത് പൊട്ടി വെള്ളത്തിലേക്ക് വീഴുന്നതോട് കൂടിയിട്ട് ഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരും. അത് ഫർദറായിട്ട് ഷിപ്പിൻ്റെ ക്യാപ്സൈസിങ് തമ്മിൽ, അതായത് മുങ്ങാൻ വരെയുള്ള ചാൻസുകളിലേക്ക് ഷിപ്പിനെ കൊണ്ടുപോകും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിന് മുമ്പിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷിപ്പിൽ ഒരുപാട് ഡേഞ്ചറസ് കാർഗോസ് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ കണ്ടെയ്നേഴ്സൊക്കെ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി അത് വെള്ളവുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. അത് കൂടാതെ ഇത് വലിയൊരു ഷിപ്പ് ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് ഫ്യൂവൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഷിപ്പ് അഥവാ മുങ്ങി പോവുകയാണെങ്കിൽ ആ ഫ്യൂവൽ നല്ലൊരു രീതിയിലുള്ള പൊല്യൂഷൻ വരെ ഉണ്ടാക്കാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ അതിനെല്ലാം നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി എല്ലാം കൂടി ഇന്ന് പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. ഒരു ഓയിൽ ബൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, ഈ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അതിൽ നഷ്ടപ്പെട്ടു നമ്മൾ 4 പേരുടെ ജീവൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മറ്റുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നവർക്കൊക്കെ തന്നെ അവരുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടാൻ കഴിയട്ടെ. ഈ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട് ഇതുപോലത്തെ ബാഡ് ന്യൂസുകളൊന്നും ഇനി വരാതിരിക്കട്ടെ. ഇത് ആരുടെ ഒരു മിസ്റ്റേക്ക് അല്ല, ഒരാളും തീ പിടിപ്പിക്കുന്നതല്ല. ഇപ്പം ക്യാപ്റ്റനെ ശ്രദ്ധിച്ചാൽ പോലെ ക്യാപ്റ്റൻ ഒരാൾ പോയിട്ട് അവിടെ തീ പിടിക്കുന്നുണ്ടോ നോക്കുന്നതല്ല. അത് എല്ലാം നമ്മളുടെ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തീപിടുത്തം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും, തീപിടുത്തമായാലും മറ്റ് ആക്സിഡൻസ് ആയാലും ഇതാരും ഇന്റൻഷനലി ചെയ്യുന്നതല്ല. ഞങ്ങൾ എല്ലാവരും തന്നെ കടലിൽ പോയി നമ്മൾ അവിടെ നിന്ന് അധ്വാനിച്ച് തിരിച്ചു വരുന്നു.
അതിൽ മാക്സിമം സേഫ് ആയിട്ട് പോയിന്റ് എ ടു പോയിന്റ് ബി കപ്പലിലെ ജീവനക്കാരെയും അതുകൂടാതെ കപ്പലിലുള്ള കാർഗോയും കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അതിനിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണ്. അപ്പം ഇതാരും മുതലെടുക്കാതിരിക്കട്ടെ. ഈ സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് കൺട്രോളിലായിട്ട് ഷിപ്പിന് ഇനി ഫർദറായിട്ട് ഡാമേജ് ഒന്നും വന്നിട്ട് ഇനി നമ്മുടെ മറൈൻ എൻവിറോൺമെന്റിന് ഒന്നും ഡാമേജ് വരാതിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൺട്രോളബിൾ ആയിട്ട് പോട്ടെ. ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതുകൂടാതെ മറ്റെല്ലാവർക്കും അഭിവാദ്യങ്ങളും പിന്നെ ഒരുപാട് നന്ദിയും പറയുന്നു. ഞങ്ങളുടെ ഒരു MRCC മുംബൈയാണ് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, മെരിടൈം റെസ്ക്യൂ സെന്റർ. അപ്പം എല്ലാവരോടും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.